5 രൂപയുടെ ഇതുപോലൊരു പാക്കറ്റ് ബൂസ്റ്റ് പൗഡർ ഉണ്ടെങ്കിൽ നമുക്കൊരു അടിപൊളി ഐറ്റം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബൂസ്റ്റ് പൗഡറും പിന്നെ ഇതുപോലെ ഒരു പാഴ്സൽ ഗ്ലാസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അടച്ചു വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അടച്ചു വെക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പാത്രം എടുത്താലും മതി. അതിലേക്ക് നമ്മൾ ഈ ഒരു ബൂസ്റ്റ് പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 5-6 ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കാം. ഐസ് ക്യൂബ് നമുക്ക് എത്രത്തോളമാണോ തണുപ്പ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി 1/2 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഗ്ലാസ്സിന് 1/2 ഗ്ലാസ്സാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നന്നാരിയുടെ സർബത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഷുഗറിന് പകരം ഈ ഒരു നന്നാരി സർബത്ത് ഒഴിച്ചു കൊടുക്കാം. എത്രത്തോളമാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഷെയ്ക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് നിൽക്കുന്ന ബൂസ്റ്റ് പൗഡർ ഒന്ന് നന്നായിട്ട് മിക്സായിട്ട് വരണം, ഒന്ന് നന്നായിട്ട് അലിഞ്ഞ് വരണം. അപ്പോൾ അതുവരെ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ഉണ്ടല്ലോ, സ്റ്റീൽ ഗ്ലാസ് കുറച്ച് ഹൈറ്റുള്ള ഗ്ലാസ്സിൽ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു ഗ്ലാസ് വെച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെയും നന്നായിട്ടൊന്ന് കുലുക്കിയെടുക്കാം, പുറത്തൊന്നും പോവാത്ത രീതിയിൽ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നമുക്കൊന്ന് നോക്കിയിട്ട് അതിൻ്റെ അടിവശത്ത് കിടക്കുന്ന ബൂസ്റ്റ് ഒന്ന് അലിഞ്ഞിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നിറയെ പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങ് കുടിക്കാം. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബൂസ്റ്റ് കുലുക്കി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചൂട് സമയത്ത് പുറത്തു നിന്നൊക്കെ വരുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കുടിച്ച് നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ.